പവർ ടൂൾസ് ട്രേഡേഴ്സ് അസോസിയേഷൻ അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച പ്രളയ ദുരിതാശ്വാസ നിധി അർഹരായ അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. പൂഞ്ഞാർ എംഎൽഎ അഡ്വക്കേറ്റ് എം.ജെ. സെബാസ്റ്റ്യൻ ധനസഹായം വിതരണം നിർവഹിച്ചു. ഈരാറ്റുപേട്ടയിൽ നടന്ന ചടങ്ങിൽ പൂഞ്ഞാർ എംഎൽഎ അഡ്വക്കേറ്റ് എം.ജെ. സെബാസ്റ്റ്യൻ ധനസഹായ വിതരണം നിർവഹിച്ചു. വളരെ നല്ല കാര്യമാണ്. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിന്ന് സഹായിക്കുന്നു എന്നുണ്ടെങ്കിൽ സംഘടനയാണെങ്കിലും ജനാധിപത്യ സംവിധാനത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഭരണകക്ഷിയാണെങ്കിലും പറ്റുകയുള്ളൂ. അക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം വന്ന ഒരു നിയോജകമണ്ഡലം പൂഞ്ഞാർ നിയോജകമണ്ഡലമാണ്. ഏതാണ്ട് 620ഓളം വീടുകളിൽ വെള്ളം കയറി. 30 പേരുടെ വീടുകൾ പൂർണ്ണമായും പോയി. 40-40ഓളം വീടുകൾ ഭാഗികമായി പോയി. 2 പേര് മരിച്ചു പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അടിയന്തരമായി മന്ത്രി ഉൾപ്പെടെ RDO SP ഉൾപ്പെടെ മീറ്റിംഗ് വിളിച്ച് കറക്റ്റായ എവാലുവേഷൻ സ്റ്റഡി വിത്തിൻ 3 days ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് എല്ലാ നിർദ്ദേശവും എല്ലാ പഞ്ചായത്തിലെയും മുനിസിപ്പൽ അംഗങ്ങൾ, RDO, വില്ലേജ് ഓഫീസർമാർ, കൃഷി, ഫയർഫോഴ്സ്, പോലീസ്, എവരിത്തിങ്. പ്രളയ ദുരന്തത്തിൽപ്പെട്ട അസോസിയേഷൻ അംഗങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനാണ് കെപ്റ്റയുടെ നേതൃത്വത്തിൽ അംഗങ്ങളിൽ നിന്നും ദുരിതാശ്വാസ നിധി സമാഹരിച്ചത്. കെപ്റ്റ ചെയർമാൻ മനോജ് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുഹമ്മദ് നസീർ സ്വാഗതം ആശംസിച്ചു. പ്രളയ ദുരന്തത്തിൽപ്പെട്ട അംഗങ്ങൾക്ക് ആശ്വാസമാകുന്നതിനും സംഘടനാ ഐക്യവും സാമൂഹിക പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള കെപ്റ്റയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സഹായധന വിതരണം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഈരാറ്റുപേട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് നാസർ PV, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സുരാജ് എക്സ്ട്രീം ടെക് ടൂൾസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സുജിത് റെയിൻബോ ടൂൾസ് ഈരാറ്റുപേട്ട, വിശ്വദേവ് സിക്ദാർ തിരുവല്ല, രാജേഷ് റാന്നി പവർ ടൂൾസ് എന്നിവർ സഹായധനം ഏറ്റുവാങ്ങി. ട്രഷറർ മുരളീധരൻ യോഗത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തി. കെപ്റ്റയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. പ്രളയ ദുരന്തത്തിൽപ്പെട്ട അംഗങ്ങൾക്ക് ആശ്വാസമാകുന്നതിനും സംഘടനാ ഐക്യവും സാമൂഹിക പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള കെപ്റ്റയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സഹായധന വിതരണം സംഘടിപ്പിച്ചത്. i4U ന്യൂസ്, പാല.